ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിൻ്റെ സ്പെഷ്യൽ ഞാനും മമ്മിയും കൂടെയാണ് കേട്ടോ പോണത്. ലുലുവിൽ വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല, നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നാളെ ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പോവാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് വീട്ടിൽ പോവാം എന്നുള്ളത്. 26th മൺഡേ ആണല്ലോ വരുന്നത്. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോവാം എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു 2 days. അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു പോയതുകൊണ്ട് അമ്മയ്ക്ക് അത്ര പ്രശ്നമില്ല. പക്ഷേ അച്ഛൻ പിള്ളേരെ കണ്ടിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് വരാൻ പേടിയുണ്ടോ? ആ, എൻ്റെ കൂടെ വരാൻ. സുന്ദരിയായിട്ടുണ്ടല്ലോ എല്ലോ ഇട്ടിട്ട്. ഷോ, ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്ക്, കമ്മലുകൾ മാത്രം. നിങ്ങൾ ഡെൻസിറ്റോണിനെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഒന്നും ഉപയോഗിക്കില്ല, അത്രയ്ക്ക് നല്ല കുട്ടിയാ. നോക്ക്, ഗെറ്റ് റെഡി വിത്ത് മമ്മി. ഹൈ ഹൈ, യാ അമ്മയുടെ വ്ളോഗ് കണ്ട് കഞ്ഞിയും കറിയും വെക്കണ ഡിംപിൾ റോസ്. നോ, ഓട്ടോകാരൻ ദിലീപില്ല. ദിലീപ് ഓട്ടം ഹോകയാ. ടാറ്റാ, സൂക്ഷിച്ചിരുന്നോളൂ, പ്രേതം വരും. എടോ എനിക്കൊരു പോസ്റ്റ് വരാനുണ്ട് കേട്ടോ, മറക്കല്ലേ. ഇന്നും കൂടെ ജിങ്ക് ചിക്കാ ജിങ്ക് ചിക്കാ ചാ ജിങ്ക് ചിക്കാ. അങ്ങനെ നമ്മളതേ രണ്ടുപേരും കൂടെ ഓട്ടോ പിടിച്ച് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ സംഭവം 10:30 ആയെങ്കിലും അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. ഇവിടെ ശരിക്കും ഉച്ച കഴിഞ്ഞിട്ടാണ് തിരക്ക് പൊതുവേ വരാറ് കേട്ടോ. അതേ ലുലുവൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയമാണ് ഭയങ്കര കൺവീനിയൻറ്റ് കേട്ടോ, പിള്ളേരാരും ഇല്ലാണ്ട് വരാം. ഡിമ്പിളിന് സത്യം പറഞ്ഞാൽ വയ്യാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഡിമ്പിളും വന്നത് തന്നെ. ഞാൻ ഡിമ്പിളിനെയാണ് ആദ്യം വിളിച്ചത്. അപ്പോഴേ ഡിമ്പിൾ പറഞ്ഞു വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഡോൺ ചേട്ടനോട് ഇങ്ങനെ രാവിലെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും മമ്മി പറഞ്ഞു ഞാൻ ഡിവൈൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഡോൺ ചേട്ടനോടും പറഞ്ഞു ഞാനൊന്നും ഡോൺ ചേട്ടൻ കേട്ടിട്ട് പോയില്ല. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊരാളെ കിട്ടിയിട്ടുണ്ട്, ഇനിയും പുതിയ ഒരാളെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ്റെ കൗണ്ടറിൽ പോയിട്ട് സാധനങ്ങളെടുത്തു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡോഗ് ഫുഡും കാര്യങ്ങളും അവിടെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും സൂപ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ മെയിൻലി നമ്മൾ പോണത് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാനാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ദേ ഇവിടെ ഒന്ന് ചായ, ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം കാലിയായിട്ട് കണ്ടു ആ ഒരു ഏരിയ. അങ്ങനെ ദേ മമ്മിയുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ വർത്താനം പറഞ്ഞ് മമ്മി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം വീട്ടിൽ വന്നു. ഞാൻ ഇതാണ് കേട്ടോ അമ്മയ്ക്ക് ആയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ, അമ്മയ്ക്ക് അച്ഛനുമായിട്ട് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പോൾ മെയിൻലി എനിക്ക് നമ്മുടെ ഡ്രൈ ചില്ലി ചട്നി അവിടെ കിട്ടും, അത് വാങ്ങിക്കാനാണ് പോയത്. ഇത് തിരുനെൽവേലി ഗീ ഹൽവ എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ചട്നിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. കേടുകൂടാണ്ട് കുറേ നാളിരിക്കും. അതിനകത്ത് ഡേറ്റ് നോക്കണ്ട, എണ്ണയിൽ നല്ല മുക്കി പൊരിച്ച് വറുത്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ മിൽക്ക് ചോക്കോ ഫില്ലിങ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെന്താണ്, പിന്നെ ചട്നിയുടെ തന്നെ 2 പാക്കറ്റായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്ത് മറ്റേത് ഒരെണ്ണം ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ വാങ്ങിച്ചു, വാനില കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഉണക്കമീൻ, മറ്റേ ചെമ്മീൻ പൊട്ടി അവിടെ കിട്ടും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നിന്നെ കാണാത്ത ഇറങ്ങടാ, ഇറങ്ങടാ, എത്തിയേ പോമോ, എടാ പോമോ, പോമോ, പോമോ പോയി, പോമോ പോയി. അയ്യോ
എവിടെ പോമോ? ആരപ്പിച്ചേ? ഡാഡീനെ പിച്ചിന്ന്. ചാക്കോ പിച്ചേ നന്നായി. അതേ വിളിക്കൂ. പോമോ 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 ചാക്കോ തോമോ പോമോ പോമോ ഇവിടെ പോമോ 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 ഇതെന്ത് ടീ കാണിക്കണേ? കള്ള കള്ള എടാ കള്ള എടാ കള്ള എടാ കള്ള ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു പറയൂ. തോമന് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇഷ്ടമായോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? ചുണ്ട് മര്യാദയ്ക്ക് വെക്ക് തോമു. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? അത് നീ ഇമ്പോസിഷൻ വല്ല എഴുതുന്നുണ്ടോ പറഞ്ഞോണ്ടിരിക്കാൻ? കാര്യം പറ തോമ, തമാശ കളിക്കല്ലേ. ഹാപ്പി ആണോ? ഹാപ്പി ആയിരുന്നോ? ആർ യു ഹാപ്പി? മാം എന്താ പറഞ്ഞ തോമനോട് ബർത്ത്ഡേക്ക്? ബിന്ദു മാം ഈ വീഡിയോ കാണുന്നുണ്ടാവും. പറ. ഫൈനോ? എന്തിട്ട് ഫൈൻ? സൂപ്പറാന്ന് പറഞ്ഞോ? തോമന് ഇഷ്ടായോ കാർഡ്? പിന്നെന്തൊക്കെ ഇഷ്ടായോ? ഫുഡ് കഴിക്കാൻ പോയത് ഇഷ്ടായോ? ഹാപ്പി ആയിരുന്നോ? തോമന്റെ ബർത്ത്ഡേ സൂപ്പറായോ? എനിക്ക് വടയാണോ? അത് എനിക്കറിയില്ല. നീ കഴിച്ചേ പറ്റൂ. തോമ നാളെ എവിടെയാ പോണെന്ന് പറഞ്ഞേ? ആരെ കാണാനാ പോണേ? ഞാൻ 2 ദിവസം കഴിയുമ്പോ വരാന്ന് പറ. തോമുന്റെ വയറൊക്കെ മാം കാണൂട്ടാ. ആ ബിന്ദു മാം ഈ വ്ളോഗൊക്കെ കാണുന്ന തോമന്റെ സഡിയിലൊക്കെ കണ്ടവര് കളിയാക്കൂട്ടാ. താങ്ക് യു പറ എല്ലാവരോടും വൺസ് അഗൈൻ. താങ്ക് യു ഓൾ. ഇവിടെ വാ. താങ്ക് യു ഓൾ. I love you. I love you. How old are you? How old are you? I am 5 years old. Wow. Say bye-bye. Bye-bye. എല്ലാവർക്കും bye-bye. വീഡിയോ എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാ? വീഡിയോ എന്താ വൈൻഡ് അപ്പ് ചെയ്യാ? പറ. മിണ്ടത്തിൽ നാളെ വരണ്ട. നാളെ വന്നു തൊട്ടാ. ലൈക്ക് ചെയ്യാ. ഇങ്ങനെ പറയാ. മര്യാദക്ക് പറ, നല്ല ഒരു ലൈക്ക് ചെയ്യുള്ളൂ. ശരിക്ക് പറ. എന്നിട്ടാ അവർക്ക് മനസ്സിലാവണ പോലെ ക്ലിയർ ആയിട്ട് പറ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ഞങ്ങൾ വീഡിയോ ഇടില്ല. ആണോ? വീഡിയോ കാണണം. പിന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനെന്തിനാ സബ് ചെയ്യാന്ന് പറയാ? ഓ അങ്ങനെയാ.
അപ്പൊ പറ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അമ്മയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ആ അല്ലെങ്കിൽ മറ്റേ എല്ലാവർക്കും ബൈ ബൈ.